രാമക്കൽമേടിന്റെ ടൂറിസം വികസനത്തിനും വിദ്യാഭ്യാസ ആരോഗ്യ ഗ്രാമീണ കാർഷിക വികസന പദ്ധതികൾക്കും ഊന്നൽ നൽകി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തൂക്കുപാലം മാർക്കറ്റ് സമുച്ചയത്തിന്റെ തുടർ നിർമ്മാണത്തിനും കൂട്ടാർ ITIക്കും തുക വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി മധു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണം വീണ്ടും LDFൽ എത്തിയ ശേഷം അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ നിരവധി ജനകീയ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 66 കോടി 15 ലക്ഷത്തിൽ പരം രൂപ വരവും 65 കോടി 79 ലക്ഷത്തിൽ പരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സാലി മധു അവതരിപ്പിച്ചത്. ഭവനരഹിതരായിട്ടുള്ള ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും ഇനിയും ധാരാളം കുടുംബങ്ങളെ ഭവനരഹിതരായവരുണ്ട്. സർക്കാർ സംവിധാനങ്ങളിലൂടെയും പരമ്പരാഗത വിഭവ സ്രോതസ്സുകളിലൂടെയും പരമാവധി ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം സഹായം ലഭ്യമാക്കുക എന്നതാണ് ബഡ്ജറ്റ് ലക്ഷ്യമാക്കുന്നത്. വികസന ഫണ്ടിന്റെ പ്രാധാന്യ ഭാഗം ഇതിനായി മാറ്റിവെക്കേണ്ടി വരും. നികുതി 25 ലക്ഷം രൂപയിൽ ഉൾപ്പെടെ 95 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നു. ലൈസൻസ് ഫീസ്, പാറവില, പിഴപ്പലിശ, ഫൈൻ, പെർമിറ്റ് ഫീസ്, വാടക, വിവിധ രജിസ്ട്രേഷൻ ഫീസ്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പലിശ ഉൾപ്പെടെ നികുതിയേതര ഇനത്തിൽ 33,30,000 രൂപ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിൽ നിന്നും ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിന് 1,85,25,000 രൂപ പ്രതീക്ഷിക്കുന്നു. കൂട്ടാർ ITIയുടെ വികസനത്തിനായി 5 കോടി രൂപയും കുഴുത്തുള്ളു ആശുപത്രിയുടെ വികസനത്തിനായി 12.5 കോടി രൂപയും തൂക്കുപാലം മാർക്കറ്റിന്റെ നിർമ്മാണത്തിനായി വായ്പ ഉൾപ്പെടെ 2 കോടി 15 ലക്ഷം രൂപയും വകയിരുത്തി. രാമക്കൽമേട് കാറ്റാടിപ്പാടം ടൂറിസം മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ അധ്യക്ഷയായിരുന്നു. ബജറ്റിൽ തുക പെരുപ്പിച്ചുകാട്ടി ഭരണസമിതി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലഭ്യമാകാൻ സാധ്യതയുള്ളതിനേക്കാൾ അധികം തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു.